ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശിവപുരാണത്തിലെ മറ്റൊരു കഥയാണ് പറയുന്നത്. വാരണാസിയുടെയും വിശ്വേശ്വര ലിംഗത്തിൻ്റെയും മഹാത്മ്യം ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ക്ഷമയോടുകൂടി അവസാനം വരെ എല്ലാവരും കേട്ട് ഈ കഥാഭാഗം മനസ്സിലാക്കണം. ഒരിക്കൽ ശ്രീ പാർവതീദേവി ലോകഹിതം മാനിച്ച് ഭഗവാൻ പരമശിവനോട് വാരണാസിയുടെയും അഥവാ അവിമുക്ത ക്ഷേത്രത്തിൻ്റെയും അവിമുക്ത ലിംഗത്തിൻ്റെയും മഹാത്മ്യത്തെപ്പറ്റി ചോദിച്ചു. അപ്പോൾ ഭഗവാൻ വിശ്വേശ്വരൻ ശ്രീ പാർവതിയോട് ഇപ്രകാരം അരുളി ചെയ്തു: ദേവി പാർവതി, എനിക്കേറ്റവും പ്രിയമുള്ള ക്ഷേത്രമാണ് വാരണാസി. അതുകൊണ്ടാണ് ഞാൻ സകലതും ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുവാൻ കാരണം. ഇതെൻ്റെ രഹസ്യക്ഷേത്രമാണ്. സകല ദേവന്മാർക്കും മുക്തി നൽകുന്ന ഈ ക്ഷേത്രത്തിൽ എൻ്റെ ഗണങ്ങൾ പല വേഷങ്ങൾ ധരിച്ചുകൊണ്ട് ശിവലോകം പ്രാപിക്കുന്നതിനായി ഉത്തമമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് കഴിഞ്ഞു വരുന്നു. ജിതാത്മാക്കളും ജിതേന്ദ്രിയന്മാരുമായി അവർ നിത്യവും മഹായോഗം അനുഷ്ഠിക്കുന്നു. ആ ഉത്തമമായ യോഗത്തിന് പാശുപതയെ എന്ന് പറയുന്നു. എൻ്റെ ഭക്തന്മാരും തത്വജ്ഞാനികളും മോക്ഷത്തിന് അർഹരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം തീർത്ഥത്തിൻ്റെ ആവശ്യമില്ല. അവർ ജീവൻ മുക്തരാണ്. അതിനാൽ ഇവർക്ക് എവിടെ വെച്ച് മരണം സംഭവിച്ചാലും അവർ മോക്ഷം പ്രാപിക്കുമെന്നത് സത്യമാണ്. അല്ലയോ ദേവി, ഈ അവിമുക്ത തീർത്ഥത്തിൻ്റെ സവിശേഷത ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. എൻ്റെ ജാതിക്കാരോ ഏത് ആശ്രമവാസികളോ ആകട്ടെ, ബാലനോ വൃദ്ധനോ യുവാവോ യുവതിയോ ആകട്ടെ, ആരു തന്നെയായാലും ഈ നഗരത്തിൽ വന്ന് മരിക്കുവാൻ ഇടയായാൽ അവർ മുക്തരായിത്തീരും. സ്ത്രീ പതിവ്രതയോ ദുർനടത്തക്കാരിയോ കുലടയോ വിധവയോ കുമാരിയോ വിവാഹിതയോ പ്രസവിച്ചവളോ ഋതുമതിയോ ആകട്ടെ, ഈ അവിമുക്ത തീർത്ഥത്തിൽ വന്നു മരിച്ചാൽ അവളും മോക്ഷം പ്രാപിക്കുന്നതാണ്. അതുപോലെ മനുഷ്യർക്കു മാത്രമല്ല മോക്ഷം ലഭിക്കുന്നത്. സകല ജീവപ്രാണികളും ഇവിടെ വെച്ച് മരിച്ചാൽ മോക്ഷം നേടിയിരിക്കും. മറ്റെങ്ങും ലഭിക്കാത്ത ഭാഗ്യമാണിത്. ഇവിടെ മരിക്കുന്നതിന് ജ്ഞാനികളോ ഭക്തരോ ആകണമെന്നില്ല. കർമ്മത്തിൻ്റെയോ ധർമ്മത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ ദാനത്തിൻ്റെയോ നാമസങ്കീർത്തനത്തിൻ്റെയോ ആവശ്യമില്ല. ഉത്തമജാതിയുടെയോ പൂജയുടെയോ പരിഗണനയുമില്ല. ഏതു തരത്തിലുള്ളവരായാലും ഈ നഗരിയിലെത്തി മരണമടഞ്ഞാൽ മോക്ഷപദം നേടുമെന്നുള്ളതിന് സംശയമില്ല. പ്രിയേ, ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്ക് പോലും എൻ്റെ ഈ നഗരിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് അറിയില്ല. ഈ നഗരിയുടെ പ്രത്യേകത അതീവ രഹസ്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതിനാലാണ് ഈ മഹത്തായ ക്ഷേത്രം അവിമുക്തമെന്ന പേരിൽ കീർത്തി കേട്ടിരിക്കുന്നത്. കാരണം നൈമിഷം മുതലായ സകല തീർത്ഥങ്ങളെക്കാളും ശ്രേഷ്ഠമായ തീർത്ഥമാണ് ഇത്. ധർമ്മത്തിൻ്റെ സാരം സത്യമാണെങ്കിൽ മോക്ഷത്തിൻ്റെ സാരം സമതയാണ്. അതുപോലെ സകല ക്ഷേത്രങ്ങളുടെയും തീർത്ഥങ്ങളുടെയും സാരം ഈ അവിമുക്ത ക്ഷേത്രമായ കാശിയാണ്. ഈ നഗരത്തിൽ എൻ്റെ ഭക്തന്മാർ സ്ഥാപിച്ചിട്ടുള്ള അനേകം ശിവലിംഗങ്ങളുണ്ട്. ഇവ സകല ആഗ്രഹങ്ങളും നൽകുന്നതാണ്. ഈ ക്ഷേത്രം 5 കാതം വ്യാപിച്ചു കിടക്കുന്നു. പാപമില്ലാത്തവൻ കാശിയിൽ വന്നു മരിച്ചാൽ അയാൾ ഉടൻ തന്നെ മോക്ഷം പ്രാപിക്കും. പാപിയാണ് മരിക്കുന്നതെങ്കിൽ ആദ്യം കഷ്ടം അനുഭവിച്ചിട്ട് പിന്നീട് മോക്ഷം പ്രാപിക്കും. ഹേ പാർവതി, ഇവിടെ വന്ന് പാപം ചെയ്യുന്നവർ 1000 വർഷത്തോളം ഭൈരവ നരകയാതനകൾ അനുഭവിച്ച് പാപഫലം അനുഭവിച്ച ശേഷം മോക്ഷം നേടുന്നതായിരിക്കും. 100 കോടി കൽപ്പക കാലത്തോളം താൻ ചെയ്ത കർമ്മങ്ങൾ നശിക്കാതിരിക്കും.
ജീവികൾ ചെയ്യുന്ന ശുഭാശുഭ കർമ്മങ്ങളുടെ ഫലം തീർച്ചയായും അനുഭവിച്ചേ തീരൂ. പാപകർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ നരകവും, ശുഭകർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ സ്വർഗവും പ്രാപിക്കും. അശുഭകർമ്മങ്ങൾ കുറവായും ശുഭകർമ്മങ്ങൾ കൂടുതലായും വന്നാൽ ഉത്തമ ജന്മം ഉണ്ടാകും. ഇനി ശുഭകർമ്മം കുറഞ്ഞും അശുഭകർമ്മങ്ങൾ കൂടിയും ഇരുന്നാൽ അധമ ജന്മം പ്രാപിക്കുന്നവരായിരിക്കും. ദേവി, ശുഭാശുഭ കർമ്മങ്ങൾ ക്ഷയിക്കുമ്പോൾ ജീവികൾക്ക് മോക്ഷം ലഭിക്കുന്നു. ഒരാൾ കഴിഞ്ഞ ജന്മത്തിൽ കാശിയിൽ ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ ജന്മത്തിൽ കാശിയിലെത്തി മരിക്കുവാൻ ഇടവരുന്നതാണ്. കാശിയിലെത്തി ഗംഗാസ്നാനം നടത്തുന്ന ആളിൻ്റെ സകല സഞ്ചിത പാപങ്ങളും ജന്മപാപങ്ങളും നശിച്ചിരിക്കും. എങ്കിലും പ്രാരാബ്ധ പാപം നിശ്ചയമായും അനുഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ കാശിയിൽ വെച്ച് മോക്ഷം നേടുന്ന ആളിൻ്റെ പ്രാരാബ്ധ കർമ്മവും നശിക്കുന്നതാണ്. പ്രിയേ, ഒരാളെയെങ്കിലും കാശിയിൽ വസിക്കുന്നതിനായി നമ്മൾ സഹായിച്ചാൽ അവൻ സ്വയം കാശിവാസത്തിനുള്ള അവസരം ലഭിച്ച് മോക്ഷം കൈവരിക്കുന്നതാണ്. ഇങ്ങനെ ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്ക് കാശിയുടെയും വിശ്വേശ്വര ലിംഗത്തിൻ്റെയും വിഖ്യാതമായ മഹാത്മ്യം വിശദീകരിച്ച് കൊടുത്തു. ഹരേ കൃഷ്ണ. ഈ വിധമാണ് ശിവപുരാണത്തിൽ വാരണാസിയുടെയും വിശ്വേശ്വര ലിംഗത്തിൻ്റെയും മഹാത്മ്യം വർണ്ണിച്ചിരിക്കുന്നത്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഇല്ലേ, ഒരു ഹിന്ദുമത വിശ്വാസിയായി ജീവിക്കുന്ന ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കാശിയിൽ പോവുക എന്നുള്ളത്. കാശിയിൽ വെച്ച് മരിക്കുക എന്ന് നിശ്ചയിച്ചിട്ട് ധാരാളം ആളുകൾ ഇപ്പോഴും അവിടെ എത്തിച്ചേരുന്നുണ്ട്. നമ്മൾ പല രീതിയിലും കളിയാക്കിയുമൊക്കെ ആ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഒരുവൻ ശിവപുരാണത്തിലെ ഈ ഭാഗം മനസ്സിലാക്കി ഇരിക്കുന്നത് കൊണ്ടാണ്, അതിനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ അവിടെ പോയി മരിക്കണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് തങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ കാശിയിൽ എത്തിച്ചേരുന്നത്. അത്രത്തോളം മഹാത്മ്യമുള്ള ക്ഷേത്രമാണ്. ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരാളെയെങ്കിലും കാശിയിലേക്ക് പോകാനായി നമ്മൾ സഹായിച്ചാൽ പോലും, അയാൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ പോലും നമുക്ക് കാശിയിലെത്തി അവിടെ വെച്ച് മോക്ഷം ലഭിക്കുന്നതിന് തുല്യമായ ഫലം ലഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കാശിയിൽ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ജന്മം നമ്മൾ കാശിയിലെത്തും എന്നാണ് പറയുന്നത്. അവിടെ വെച്ച് നമ്മുടെ പാപങ്ങളെല്ലാം നശിക്കുമെന്നും പറയുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ പറയുന്നുണ്ട്, കർമ്മ പാപങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചേ മതിയാകൂ. പക്ഷേ അത് അനുഭവിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നമ്മൾ മോക്ഷത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ വലിയ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തിട്ട് അവിടെ പോയിരുന്ന് മരിച്ചെന്ന് കരുതി അടുത്ത ജന്മത്തിൽ അയാൾ ആ തെറ്റിൻ്റെ ഫലം അനുഭവിക്കാതിരിക്കുകയില്ല. ആ തെറ്റിൻ്റെ ഫലം അയാൾ അനുഭവിച്ചിട്ട് പിന്നീടുള്ള ജീവിതത്തിൽ അയാൾ തെറ്റു ചെയ്യാത്തവനായി സ്വയം ശുദ്ധീകരിക്കുകയും അവസാനം അയാൾ മോക്ഷത്തിലെത്തുകയും ചെയ്യും. അതായത് പിന്നീട് തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഭഗവാന്റെ അദൃശ്യമായ ഒരു കരങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാശിയിലൊന്ന് പോയി ഒന്ന് തൊഴാനായിട്ട് സാധിക്കുമെങ്കിൽ എല്ലാവരും അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരാളെയെങ്കിലും പോകാൻ നമ്മൾ സഹായിക്കുന്നതും വളരെയധികം ഉത്തമമാണ് എന്നും പറയുന്നുണ്ട്. നമ്മൾ ഭാരതം എന്താണ് എന്ന് കാണണമെങ്കിൽ വാരണാസിയിൽ പോകണം എന്നാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും, എന്തിനാണ് ശവശരീരങ്ങൾ ഇങ്ങനെ ഗംഗയിലേക്ക് ആളുകൾ കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴുക്കുന്നത്, ഗംഗാതീരത്ത് എന്തിനാണ് കൊണ്ടുപോയി ദഹിപ്പിക്കുന്നത്, മനുഷ്യരിത്ര പ്രാകൃതരാണോ, വടക്കേ ഇന്ത്യക്കാരല്ലേ, അവർക്ക് ബുദ്ധിയില്ല, അങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ അവരൊക്കെ ഈ ശിവപുരാണം പഠിച്ചിട്ട് അത് ഭക്തിയോടുകൂടി ഉൾക്കൊണ്ടിട്ട് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി ആ വിധം ചെയ്യുന്നതാണ്. അത് ആ ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. മനുഷ്യർക്ക് അറിവില്ലാതിരുന്നത് കൊണ്ട് അവർ ഒരുപാട് മലിനപ്പെടുത്തിയിരുന്നു ഗംഗാനദിയെ. അവർക്കറിയില്ലായിരുന്നു
പക്ഷേ ഇപ്പോൾ ഗംഗാനദി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പഴയതുപോലെയല്ല, ഇന്ന് വാരണാസി വളരെ നല്ല ഒരു സിറ്റിയായി മാറി. ഗംഗാനദി കൂടുതൽ പവിത്രയായി തീർന്നിരിക്കുന്നു എന്നും നമുക്ക് വളരെ സന്തോഷപൂർവ്വം ഓർക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ആ നഗരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകാൻ സാധിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഒരാളെയെങ്കിലും അവിടെ എത്തിക്കാനുള്ള സഹായം നമ്മൾ ചെയ്തു കൊടുക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായി ഓർക്കേണ്ടത്. വാരണാസിയുടെ മഹാത്മ്യം പരമശിവൻ ശ്രീ പാർവതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തത് ഈ വിധമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയുക. ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.